PML നേതാവ് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി 336 അംഗ പാർലമെന്റിൽ 200 പേരുടെ പിന്തുണയോടെയാണ് ഷഹബാസ് ഷെരീഫ് രണ്ടാം തവണയും പ്രധാനമന്ത്രിയാകുന്നത്. PTI നേതാവ് ഒമർ അയൂബ് ഖാൻ 92 വോട്ടുകൾ നേടി. അഖിലശ്രീ നൽകും വിവരങ്ങൾ. അഖിലശ്രീ, പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടായിരുന്നത് സർക്കാർ രൂപീകരണത്തിൽ. പിന്നീട് സഖ്യ സർക്കാർ ഉണ്ടാക്കുന്നു. അതിനു പിന്നാലെ ഷഹബാസ് ഷെരീഫിനെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ? അവിടെ ഇത്തരം അനിശ്ചിതത്വം ഒഴിയുകയാണോ? തീർച്ചയായും വിനീത, ഏറെ നാളായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കാണ് പാകിസ്ഥാനിൽ വിരാമമാകുന്നത്. PML-ഉം ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും സഖ്യ സർക്കാർ രൂപീകരിക്കാൻ ധാരണയായതോടെയാണ് ഷഹബാസ് ഷെരീഫിന് നറുക്കു വീഴുന്നത്. 336 അംഗ സഭയിൽ 201 പേരുടെ പിന്തുണയോടെയാണ് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി ഇന്ന് അധികാരം ഏൽക്കുന്നത്. 169 ആയിരുന്നു ഭൂരിപക്ഷം വേണ്ടിയിരുന്നത്. ഫെബ്രുവരി 8-നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. മുൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ തടവിൽ കഴിയുന്ന PTI നേതാവുമായ ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള സ്വതന്ത്രർക്കായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചിരുന്നത്. 93 സീറ്റുകളാണ് അന്ന് PTI സ്വതന്ത്രർ നേടിയിരുന്നത്. എന്നാൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് സ്വതന്ത്രർ എത്താതെ ഇരുന്നതോടെയാണ് അനിശ്ചിതത്വം ആയത്. 75 സീറ്റുകളാണ് നവാസ് ഷെരീഫിന്റെ PML അന്ന് നേടിയിരുന്നത്. 54 സീറ്റുകൾ നേടിയ ബിലാവൽ ഭൂട്ടോയുടെ PP-യും ഇമ്രാൻഖാന്റെ PTI അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഇപ്പോൾ ഈ രണ്ട് പാർട്ടിയും പിന്നീട് 4 ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ശരി, അഖിലശ്രീയാണ് വിവരങ്ങൾ നൽകിയത്.